ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ദേ ആ നിൽക്കുന്ന അനിയൻ സാറ്. സാറ് തിരുമേനിയായിട്ട് എന്തോ ഗൗരവമായിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. എത്തിയോ? എത്ര നേരമായി മോളെ? പ്രസാദം വാങ്ങണ്ടേ? പോകാം. അമ്മേ, ഞാൻ ഇപ്പൊ വരാട്ടോ. ഇവളുടെ ഒരു കാര്യം പറഞ്ഞ തൊഴുത് മതിയായിട്ടുണ്ടാവില്ല. സാറേ, സാറിങ്ങ് കേറി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനേ അപ്പുറത്ത് ഓട്ടോടെ അവിടെ നിൽക്കായിരുന്നു. ഓ, ശരി. നാഗദൈവങ്ങളുടെ ക്ഷേത്രം പ്രിയപ്പെട്ടതാണല്ലേ? കുഞ്ഞുനാള് മുതലേ അമ്മ ശീലിപ്പിച്ചതാ. ഓ, വെറുതെ അല്ല നാഗങ്ങളോട് ഇത്ര ആരാധന. സാറിവിടെ എപ്പോഴും വരാറുണ്ടോ? നാട്ടിലുണ്ടായിരുന്നപ്പോ ദിവസം 2 നേരം വരുമായിരുന്നു. കുഞ്ഞുനാളത്തോടെയുള്ളതാ നാഗദൈവങ്ങളുമായിട്ടുള്ള ബന്ധം. പിന്നെ ഒരു 10-20 കൊല്ലം മനസ്സിൽ കണ്ടു, മനസ്സിൽ പ്രാർത്ഥിച്ചു. ചില കാര്യങ്ങളിലൊക്കെ നമ്മള് തമ്മില് നല്ല യോജിപ്പുണ്ടല്ലേ? അത് നല്ലൊരു കാര്യമല്ലേ മോളെ? മോളെ പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ രീതികളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാ അതൊരു ഭാഗ്യമല്ലേ? പൂജാരി ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയി കണ്ടിട്ട് വരാം മോളെ. എന്നാ ഞാൻ പോട്ടെ സാറേ. ശരി. പിന്നെ മോള് പറഞ്ഞതുപോലെ സ്ഥലം വെക്കുന്ന കാര്യത്തിന് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില അന്വേഷണങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാറേ? ആരുടെങ്കിലും അന്വേഷണം ഒന്നും ഉറച്ചാലേ എനിക്ക് സഹായം വേണ്ടി വരും. മുൻ പരിചയമുള്ള ആളല്ലേ? അതൊക്കെ ചെയ്യാം സാർ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി മോളെ. നീ തൊഴുത് തീർന്നിട്ടില്ലായിരുന്നോ? ആര് പറഞ്ഞു ഞാൻ തൊഴാൻ പോയതാണെന്ന്? അമ്മ അനിയൻ സാറിനെ കണ്ടില്ലേ? ഇല്ല. അയ്യോ, അനിയൻ സാർ ഇതാ ഇപ്പൊ ഈ വഴിയാ പോയത്. അനിയൻ സാറിന് മനസ്സിലായില്ലേ അമ്മയ്ക്ക്? എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ? ആണോ? എന്നാ പിന്നെ അമ്മയ്ക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം മോളെ. ഒരു നന്ദി വാക്ക് പറയാനേ. അത്രയും വലിയ അപകടത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതല്ലേ? അനിയൻ സാറ് ഇവിടേക്ക് തന്നെ ഉണ്ടല്ലോ, പിന്നെ കാണാമേ. കാണുമ്പോ തന്നെ അത് പറയുന്നതല്ലേ മര്യാദ. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. വാ. അനിയൻ സാറ് നാട്ടിലില്ലായിരുന്നപ്പോ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്താണോ അതിന്ന് പുറകോട്ട് പോയിന്നല്ലാതെ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. കുറച്ചുപേര് സ്ഥിരമായിട്ട് തൊഴാൻ വരാറുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെ പറ്റി ആർക്കും യാതൊരു ചിന്തയില്ല. ഇനിയിപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ തിരുമേനി. എന്താ വേണ്ടെന്ന് വെച്ചാൽ തിരുമേനി ആലോചിച്ചു. ഞാൻ മുന്നിലുണ്ട്. ഈ ക്ഷേത്രം എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് തിരുമേനിക്ക് അറിയാവുന്നല്ലേ? എന്റെ എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ തുടങ്ങിയത് ഈ നടയുന്ന. ഇപ്പോ അടിയന്തരമായിട്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യണ്ടേ? വരൂ, ഞാൻ കാണിച്ചു തരാം. അമ്മേ, ദേ ആ നിൽക്കുന്ന അനിയൻ സാറ്. സാറ് തിരുമേനിയായിട്ട് എന്തോ ഗൗരവമായിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഇടയ്ക്ക് പോയി വിളിക്കണോ? വേണ്ട, നമുക്ക് പിന്നെ കാണാം. വാ അമ്മ വന്നേ. ആദ്യം നമുക്കൊരു കമ്മിറ്റി വിളിച്ചു കൂട്ടാൻ തിരുമേനി. നാടിന്റെ ആവശ്യമല്ലേ? എല്ലാരും പങ്കെടുക്കട്ടെ. ഓരോരുത്തരുടെയും അഭിപ്രായം നമുക്ക് ചോദിക്കാലോ. ഇനിയിപ്പോ സഹായിക്കാനുള്ള മനസ്സ് ആരും കാണിച്ചില്ലെങ്കിലും തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ദൈവങ്ങൾ പല രൂപത്തിലും കൺമുമ്പിൽ വരുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ദൈവകാര്യങ്ങൾക്കും ചിലരങ്ങനെ വരും. അതാ അനിയൻ സാറിന്റെ ഇപ്പോഴത്തെ ഈ വരവ്.
എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി. സൗകര്യം പോലെ ഞാൻ വന്നോളാം. ശരി, ആയിക്കോട്ടെ. ശരി. ശരി സാറേ. സാറേ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം അവരൊന്ന് വിളിക്കണ്ടേ? വിളിക്കണം, പക്ഷേ ഈ നേരത്ത് വേണം. വിൽക്കാൻ നിൽക്കുന്ന ആൾക്ക് എന്ത് സമയമാ സാറേ? എന്നാ ഇപ്പൊ വിളിക്ക്. ആ, ഹലോ, തന്റെ പേര് പറയണ്ട. ശരി സാർ. ഹലോ. ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കണ്ടിട്ട് വിളിക്കുന്ന. ആ, നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? ഞങ്ങൾ സിറ്റിന്ന് സാറേ. എൻ്റെ പേര് വിനോദ്. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വല്ല ഫാം ഹൗസോ അതോ വല്ല ബിൽഡിങ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഞങ്ങൾ ഒരു ബിൽഡേഴ്സ് ഗ്രൂപ്പാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഏതെങ്കിലും രീതിയിൽ ആ പരിസ്ഥിതിക്ക് യോജിക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അതൊരു റിമോട്ട് ഏരിയ, വളരെ പാവപ്പെട്ട ആളുകളെ ചുറ്റും. അവരുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുന്ന ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റുകളും ഞങ്ങൾ ചെയ്യാറില്ല സാർ. എനിക്ക് ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും വേണമായിരുന്നു. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ മണ്ണിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണ. ഇനി വെള്ളത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് വശത്തും പൂർണ്ണമായും കായല. ടോട്ടലി ഫലഭൂഷ്ടമായിട്ടുള്ളൊരിടവാ. ഞാനിത് വിൽപ്പനയ്ക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ആ പ്രോപ്പർട്ടിയുടെ ഒരു പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ അയച്ചു തന്നാൽ നന്നായിരുന്നു. ഓ, വീഡിയോ? ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അയക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ അതൊന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഡീൽ ചെയ്യാം. ആയിക്കോട്ടെ, വീഡിയോ അയച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. അപ്പം ശരി സാർ. ഓക്കെ. അല്ല, നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞേ? മാണി. ആ, എന്നാ ഓക്കെ ഓക്കെ, നമ്പർ ഞാൻ ഫീഡ് ചെയ്തോളാം. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രണ്ടാമത് പേര് ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പെട്ടെന്ന് നാവി വന്നുമില്ല. കുഴപ്പമായില്ലല്ലോ സാറേ? ആ, കുഴപ്പമില്ല. ആളൊരു മാന്യനാണെന്ന് തോന്നുന്നു അല്ലടോ? അല്ല സാറേ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞതിനും അദ്ദേഹം മറുപടി പറഞ്ഞു എന്നല്ലാതെ പുള്ളിയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള എന്ത് കാര്യം അതിനകത്തുള്ളത്? 4 ചോദ്യം, അത് ധാരാളമാണ് മണിക്കുഞ്ഞ. അയാളൊരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചോ? ചുറ്റുപാടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തികളും അയാൾക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെ പറയണമെങ്കിൽ ആള് ശുദ്ധനായിരിക്കണം. ഓ, അങ്ങനെയാണോ സാറ് പിടിച്ചത്?